നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി വിദേശയാത്ര നടത്തുമ്പോൾ, അവിടെ ഒളിവ് ജീവിതം നയിക്കുമ്പോൾ, അതിനുശേഷം തിരിച്ചു വന്നു കഴിയുമ്പോൾ, അങ്ങനെ ഓരോ യാത്രയിലും ഒളിവ് ജീവിതത്തിലും തിരിച്ചു വരുമ്പോഴുമൊക്കെയാണ് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്ന ആരോപണം മാത്രമല്ല, ഓരോ തവണയും ആ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന സത്യമാണ് എന്ന് ഇത്തവണ കൂടി അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ആഴ്ചകളോളം ആ മനുഷ്യനെ ഇന്ത്യയിലെങ്ങും കാണാനില്ലായിരുന്നു. പ്രതിപക്ഷ നേതാവിന് കുടുംബം ഉള്ളതായിട്ട് നമുക്കാർക്കും അറിയില്ല. ഭാര്യ ഉണ്ടെന്നോ മക്കളുണ്ടെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കുടുംബമുള്ള കാര്യം നമുക്കറിയില്ല. നമുക്കറിയാവുന്നത് അദ്ദേഹത്തിന് അമ്മയുണ്ട്, സോണിയാഗാന്ധി ജീവനോട് ഇരിപ്പുണ്ട്, സഹോദരി പ്രിയങ്ക ഗാന്ധിയുണ്ട്, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവുണ്ട്, അവരുടെ മക്കളുണ്ട് എന്നതാണ്. അതിലെല്ലാം ഉപരി ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന പോലെ അദ്ദേഹത്തിന് രഹസ്യ ഭാര്യ ഉണ്ടെന്നോ മക്കളുണ്ടെന്നോ ഒന്നും പറയാൻ ഞാനോ നിങ്ങളൊന്നും ആളല്ല. അയാൾ തുറന്ന് പറയും വരെ. പക്ഷേ ഇങ്ങനെ ചില ആരോപണങ്ങളും ചില ചിത്രങ്ങളും വീഡിയോയൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അപ്രതീക്ഷിതമായിട്ട് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് വിദേശത്തേക്ക് പോകുന്നു. പിന്നീട് അയാൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല. അയാൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ ജനങ്ങൾക്ക് ഒരുപക്ഷെ താല്പര്യമൊന്നുമില്ലായിരിക്കും, അറിയുകയും വേണ്ട. പ്രതിപക്ഷ പാർട്ടിയിലെ അവർ അതിന് വിശദീകരണം തരണ്ട, ഭരണപക്ഷിയിട്ട് ചോദിക്കുകയും വേണ്ട. പക്ഷേ എവിടെയാണ് എന്നെങ്കിലും പറയാൻ അയാൾക്കോ അയാളുടെ പാർട്ടിയിലുള്ളവർക്കോ പറ്റണം. പക്ഷേ അവർക്ക് പോലും പറ്റാറില്ല. അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തലസ്ഥാന നഗരിയിൽ, നമ്മുടെ ഡൽഹിയിൽ, രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് കാണാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്ററും മറ്റുമൊക്കെ വന്നത്. ഇത്തവണ രാഹുൽ ഗാന്ധി തിരിച്ച് ഇന്ത്യയിൽ എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒളിവ് ജീവിതത്തെപ്പറ്റിയും അദ്ദേഹത്തിന് രഹസ്യ ഭാര്യ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ അത്തരം ചില ചിത്രങ്ങളൊക്കെ കാണുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ ചർച്ചയാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. ആ ചർച്ച വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണോ ഇപ്പോൾ പെട്ടെന്ന് ഈ CJP നടത്തിക്കൊണ്ടിരുന്ന ഈ സമരത്തിനിടയിലേക്ക് നൂണ്ട് കയറി ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ഇവിടുത്തെ സാമാന്യ ജനങ്ങൾ സംശയിച്ചാൽ അതുവരെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം സ്വാഭാവികമായിട്ടും ഇത്തവണ ജനങ്ങൾ ചോദിക്കുമായിരുന്നു, എന്താണ് പ്രതിപക്ഷ നേതാവിന് വിദേശത്ത് ഇത്രയേറെ ദിവസം ഒളിവിൽ കഴിയാനുള്ള കാരണം? വ്യക്തിപരം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എത്ര ഉത്തരവാദിത്വമുണ്ടോ ഏതാണ്ട് അത്രത്തോളം ഉത്തരവാദിത്വമുണ്ട് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന വ്യക്തി. അത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ അയാൾ, വേറെ ഒരാളാണെങ്കിൽ അയാൾ. അപ്പോൾ അയാൾ വിദേശത്ത് പോകരുത് എന്നൊന്നും പറയുന്നില്ല, വിദേശത്ത് പോയിക്കോളൂ. അയാൾക്ക് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകണമെങ്കിലും ആയിക്കോളൂ. പക്ഷേ ഏത് രാജ്യത്ത് എവിടെ പോകുന്നു എന്നെങ്കിലും അയാളുടെ പാർട്ടിക്കാർക്കെങ്കിലും അറിയണ്ടേ? KC വേണുഗോപാലിനോട് ചോദിച്ചാൽ പോലും അയാൾക്കറിയില്ല ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇവിടെയാണെന്ന്. പിന്നീട് ആരെങ്കിലും വഴി ഇയാളുടേതായിട്ട് വീണ് കിട്ടുന്ന ചില ഫോട്ടോകളും അതേപോലെ തന്നെ വീഡിയോകളും മാത്രമാണ് ഇയാൾ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പാണെങ്കിലും പലതവണയാണെങ്കിലും അയാൾ വിദേശത്ത് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇന്ത്യയിൽ കലാപ സമാനമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ്? ഇയാൾ ശരിക്കും ഇത്തരം കാര്യങ്ങൾ ഈ രാജ്യത്ത് നടത്താൻ വേണ്ടിയിട്ടാണോ പുറത്തേക്ക് പോകുന്നത്? അവിടെ ഈ രാജ്യവിരുദ്ധമായിട്ടുള്ള ആളുകളുടെ കൂടെ ഗൂഢാലോചന ചെയ്യാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു മുൻപ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഇത് അദ്ദേഹത്തിന് രഹസ്യ ഭാര്യയും 2 മക്കളും ഉണ്ട് എന്ന തരത്തിലൊക്കെയാണ് പറയുന്നത്. ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും അയാളുടെ രഹസ്യ ഭാര്യയും മക്കളുമൊക്കെ ആയിട്ടുള്ള ഉല്ലാസ യാത്രയിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന തരത്തിലൊക്കെയാണ് ഇവിടെ ആരോപണങ്ങൾ വരുന്നത്. ഇതൊക്കെ ആരോപണം തന്നെയാണ്, അയാൾ തുറന്ന് സമ്മതിക്കും വരെ മാത്രം. പക്ഷേ അയാൾ തുറന്ന് സമ്മതിക്കുകയോ സമ്മതിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ. പക്ഷെ ഇവിടുത്തെ കാതലായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന വ്യക്തി ആഴ്ചകളോളം ഈ രാജ്യത്ത് ഇല്ലാതിരിക്കുകയും പിന്നീട് അയാൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ തന്നെ പെട്ടെന്ന് എടുത്ത് ചാടി ഏതെങ്കിലും സമരത്തിൻ്റെ മുന്നിലേക്ക് വരികയും അവിടെ അയാളുടെ ഉത്തരവാദിത്തം പോലും മറന്നുകൊണ്ട് പോലീസിനെതിരെ പോലും അയാളും അയാളുടെ കൂടെയുള്ളവരും, ഈ കൂടെയുള്ളവരുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 99 MP കോൺഗ്രസിന്. പക്ഷേ ഈ 99 MP കേരളത്തിൽ നിന്നുള്ള MP മാത്രമായിരിക്കും ഇയാളുടെ കൂടെ എപ്പോഴും ഉള്ളത്. എന്ത് പ്രശ്നത്തിനും. എന്തേ മറ്റ് MP ഇവരുടെ MP എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള MP മറ്റൊരു MP പോലും ഇയാളുടെ കൂടെ കാണാത്തത്? എന്തുകൊണ്ടാണ് അവരിത്തരം പരിപാടിക്ക് എന്താ വരാത്തത്? ഇവിടെ നിന്ന് ഇത്തവണ VD സതീശൻ എന്ന കേരള മുഖ്യമന്ത്രിയെയും കർണാടകയിലെ DK ശിവകുമാറിനെ വരെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും വാലായിട്ട് നടക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ ഉണ്ട്. ഇതാണ് എടുത്തു പറയാനായിട്ട് വേറെ 2 നേതാക്കളുള്ളത്. ബാക്കി 99 MP പകുതി പേരെങ്കിലും ഇയാളുടെ കൂടെ കാണേണ്ടതല്ലേ? പക്ഷെ അവരാരും ഇയാളുടെ കൂടെ ഇല്ല. ഉള്ളതെല്ലാം കേരളത്തിൽ നിന്നുള്ള. അതിൽ ഇന്നലെ ഡീൻ കുര്യാക്കോസ് എന്ന് പറഞ്ഞ ഒരു MP ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന സീൻ വരെ നമ്മൾ കണ്ടു. കേരള പോലീസിൻ്റെ അടുക്കെ പോലും ആയിരുന്നുവെങ്കിൽ അവർ നല്ല ബീക്ക് കൊടുത്തേരാ തിരിച്ച്. അവിടെ എന്നിട്ട് തല്ല് കിട്ടാതിരിക്കാൻ വേണ്ടി അയാൾ MP ആണ് എന്ന് വിളിച്ച് പറയേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. മലയാളികളുടെ തൊലി ഉരിയേണ്ട ഒരു അവസരം തന്നെയാണ്, ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടി എന്ന് ആലോചിക്കുക. സത്യത്തിൽ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ മാത്രം മതി ഹിന്ദി ബെൽറ്റിൽ BJPക്ക് വോട്ടുകൾ ചറപറ വരാൻ. അവരൊരൊറ്റ നരേറ്റീവ് മാത്രം അങ്ങോട്ട് പടച്ചു വിട്ട് കൊടുത്താൽ മതി. പടച്ചു വിടേണ്ട കാര്യമൊന്നുമില്ല, സത്യമാണ്. രാഹുൽ ഗാന്ധി വിദേശത്ത് പോകുന്നു, വിദേശത്തെ ഒളിവ് ജീവിതം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴൊക്കെ അയാൾ ഈ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി ഹിന്ദിക്കാരുടെ വോട്ട് കിട്ടാൻ.
പിന്നെ മലയാളി വോട്ട് പിന്നെ അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്തിട്ടാണല്ലോ നരേന്ദ്രമോദി അവിടെ ജയിക്കുന്നത്. മണ്ടന്മാരാണ് മലയാളികൾ, പ്രബുദ്ധ മണ്ടന്മാർ.